നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് മേനോമ്പാറയ്ക്ക് അടുത്തുള്ള എടുപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ശിവാനന്ദൻ ചേട്ടൻ്റെ ചെണ്ടുമല്ലിത്തോട്ടത്തിലാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഗുണ്ടിൽപേട്ടിലേക്കാണ് കേട്ടോ ചെണ്ടുമല്ലി തോട്ടങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ചെണ്ടുമല്ലിത്തോട്ടത്തിൻ്റെ ഓണറാണ് ശിവാനന്ദൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് ശിവാനന്ദൻ ചേട്ടൻ്റെ അടുത്ത് ഈ തോട്ടത്തെക്കുറിച്ചും ഇതിൻ്റെ എങ്ങനെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഉദ്യമം എങ്ങനെ തോന്നി എന്നുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ. ചേട്ടാ നമസ്കാരം. നമുക്ക് ഈ ഭാഗത്ത് പണ്ട് മുതലേയുള്ള കൃഷിയായിരുന്നു ഇത്, അതോ ഇപ്പോൾ ചെയ്യുന്നതാണോ? 2 വർഷം ഇവിടെ ചെയ്യാൻ തുടങ്ങിയത്. അതെയോ? ഞങ്ങളുടെ കൃഷിഭവനിലെ വിനോദ് കുമാർ സാറിന്റെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. അതെ അല്ലെ. അപ്പൊ ഇതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ അവരാണോ തരുന്നത്, അതോ നമ്മള് വാങ്ങിക്കുന്നതാണോ, എങ്ങനെയാണത്? നമ്മൾ വേണേലും വാങ്ങിക്കാം, എല്ലാം അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഞങ്ങൾ ഒരു ചെടി കൊണ്ടുപോയി മരുന്ന് ഷോപ്പിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അതിനുള്ള അസുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പാർക്ക് പോകണം, മെനക്കെട്ട് ചോദിക്കാൻ പോകണം. അറിയാതെ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ഒരു മരുന്ന് ഷോപ്പില് ആളുണ്ട്, അവരുടെ അവർ വന്ന് നോക്കും, അതിനുള്ള മരുന്ന്. ഓക്കെ. എങ്ങനെയാണ് ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷിയിലേക്ക് വരാൻ കാരണം? കാരണം നമ്മുടെ ഇവിടെ നിന്നും പാലക്കാട് ഭാഗത്തുനിന്നും വളരെ കുറവല്ലേ അങ്ങനെ കൂടുതലായിട്ട് കാണാൻ. തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നല്ല വില കൊടുത്തിട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞു അപ്പൊ ശരിയെന്നാ ഇവിടെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതാണല്ലേ. ഓക്കെ ഓക്കെ, എന്തായാലും നല്ല കാര്യം. ഇത് നമ്മളിപ്പോ വിൽക്കുവാണെങ്കിൽ ഇപ്പൊ ഓണ സീസണിലാണോ വിൽക്കണേ? അത് സാറേ. അപ്പൊ എന്ത് വില കിട്ടും നമുക്ക് 1 കിലോ ഈ പൂക്കൊക്കെ? കഴിഞ്ഞ വർഷം 100 രൂപയായിട്ട് 100 രൂപയായിട്ട് കൊടുക്കും അല്ലേ? ഓക്കെ, 1 കിലോക്ക്. ഓക്കെ. അപ്പൊ ഇതിനുള്ള അസുഖങ്ങൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? അസുഖങ്ങൾ വന്നിട്ട് ഇലപ്പേര് തണ്ട് ഊറ്റി കുടിക്കണം, നീരൂറ്റി കുടിക്കണം, പേനുകൾ, അതിനുള്ള മരുന്ന് വൈറസുകൾ അതിനുള്ള മരുന്ന് കടിച്ചപ്പോൾ ക്ലിയർ ആയി. നമ്മുടെ ഓണത്തിന്റെ സീസണിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളാണ് കണ്ടോ. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 25-ാം തീയതിയിലുണ്ടാകും. അപ്പം സെപ്റ്റംബർ 5-ാം തീയതി ആണല്ലോ ഓണം വരുന്നത്. 10 ദിവസത്തെ ഗ്യാപ്പിൽ പൂക്കൾ വളരാൻ വേണ്ടിയിട്ടുള്ള മുട്ടുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുൾ പൂക്കൾ ഒരുമിച്ച് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകളൊന്നും കാണാതെ ഫുൾ പൂക്കളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 1/2 ഏക്കറോളമുള്ള വീട്ടുപറമ്പിലാണ് കേട്ടോ ശിവാനന്ദേട്ടൻ ഈ ഒരു ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് 2ാമത്തെ വർഷമാണ് കേട്ടോ. ഈ സീസണിൽ വരുന്ന സമയത്ത്, അത് ഓണത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഫുൾ പൂക്കളായിട്ട് നമുക്ക് ഈ തോട്ടം കാണാൻ പറ്റും കേട്ടോ. ഈ പൂക്കൃഷിയെക്കുറിച്ച് ശിവാനന്ദൻ ചേട്ടൻ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ദിനേഷ് സൗപർണിക ചേട്ടൻ കൂടി നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളിയുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഈ പൂക്കൃഷിയുടെ കാര്യങ്ങൾ, പുള്ളി എന്തൊക്കെയാണ് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നും കൂടി നമുക്ക് നോക്കട്ടെ. അപ്പൊ ശിവാനന്ദൻ ചേട്ടാ, ഇതില് പിന്നെ ഇത്രയും പൂവ് നല്ല വലിപ്പം വന്നിട്ടുണ്ട്, ഓരോന്നും നല്ല വലിപ്പം വന്നിട്ടുണ്ട്. ഈ വലിപ്പം വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക വളങ്ങള്? വളങ്ങള് വെർമി കമ്പോസ്റ്റ് നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിക്കുമ്പോഴേ ഇത് ഈ വലിയ പൂക്കൾ മാത്രമേ പൊട്ടിക്കുള്ളൂ, അതോ ഇതൊക്കെ നല്ല അല്ലേ വലുത്? അതെ, വിരിഞ്ഞ പൂക്കൾ മാത്രമേ പൊട്ടിക്കുള്ളൂ സാർ. അതല്ലേ. മറ്റെന്താ വെച്ചാൽ ഇത് ഇനി കുറെ വിരിയാനുണ്ടല്ലേ. ഇതിപ്പോ മഞ്ഞയാണ്, മഞ്ഞയ്ക്ക് ഓറഞ്ചിനേക്കാൾ നല്ല വലിപ്പം കാണുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ കൃഷി അറിയുന്ന നല്ല കർഷകരാണ്. കാരണം ശിവാനന്ദൻ ചേട്ടൻ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് പറഞ്ഞു ഇതിലെ വലിയ പൂക്കൾ മാത്രമേ പൊട്ടിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം ചെറിയ പൂക്കൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വലുതാവാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ശിവാനന്ദൻ ചേട്ടൻ്റെ ഈ കൃഷി രീതിയൊക്കെ പിന്തുടരുക. നമുക്ക് അപ്പുറത്തുള്ള ഓറഞ്ച് ചെടികളൊന്നും നോക്കാം. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് പൂക്കൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട്. അത് പാലക്കാടിന്റെ ഒരു തനതായ പ്രത്യേകതയാണ്. ഒരു മഴ കഴിഞ്ഞാൽ പിന്നെ ചൂടുകാറ്റ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പൂക്കൾ നന്നായി വിടരും. ഇനി ശിവാനന്ദൻ ചേട്ടൻ ഇപ്പൊ ഇതില് ഇനി കുറച്ച് ഭാഗത്ത് കൂടി പൂ മൊട്ട് വരാണ്ട്, അത് ആ മഴ കൂടിയത് കൊണ്ട് ആണെന്നല്ലേ പറഞ്ഞത്. ഇതിന്റെ ഇപ്പൊ ഈ ഓണ വിപണി കഴിഞ്ഞാലും ഈ ചെടി നിലനിർത്തുമോ അതോ ഇത് നശിപ്പിക്കുമോ? നിലനിർത്തും. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ പൂക്കൾ ഓണം കഴിഞ്ഞ് ഓണത്തിന്റെ പൂക്കൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മഹാനവമി സമയത്തേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം അങ്ങനെ കിട്ടി അല്ലേ. അപ്പോ കർഷകർ മനസ്സിലാക്കേണ്ട കാര്യം, ഓണം കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടിയുടെ ആയുസ് കഴിഞ്ഞു എന്നല്ല, ദീർഘകാലമല്ല, മഹാനവമി വരെയെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും പൂ കിട്ടും. നമ്മളെ ഈ ചെടികൾ ഇത്രയും വട്ടം വെച്ചിട്ടാണ് നിൽക്കുന്നത്. ചെടി ഒരു 10-50-ലേറെ തലപ്പുകളുണ്ട്. ഇതിന് എന്താ ഇത്രയും വണ്ണം വെക്കാൻ? നമുക്കറിയാം, എന്നാലും ശിവാനന്ദൻ ചേട്ടൻ തന്നെ അതൊന്ന് പറഞ്ഞു തരാം. ഇത്രയും വട്ടത്തില് ഈ കൊമ്പുകളൊക്കെ പടർന്ന് നിന്ന് പൂവിടാൻ എന്ത് ടെക്നിക്കാ ചെയ്തത്?
ആദ്യം വരുന്ന ഈ നാമ്പ് മുട്ട് ആ. അതിനെ നുള്ളിക്കളയാം. നുള്ളിക്കളയാം. അല്ല ഈ പിന്നെ ചെടിയുടെ നാമ്പ് കട്ട് ചെയ്യണ പ്രൂണിംഗ് എന്ന് അത് പറഞ്ഞാൽ അറിഞ്ഞല്ലോ സാറേ. അത് ചെയ്യാൻ വൈകി, അത് പക്ഷെ ചെയ്യാൻ വൈകിപ്പോയി സാറേ. വൈകി പക്ഷെ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ വട്ടത്തിൽ അത് വരുന്നത്. അപ്പൊ ശിവാനന്ദൻ ചേട്ടൻ കുറച്ച് ചെടികൾ കേടായ ചെടികളുടെ തലപ്പ് മാത്രം പൊട്ടിച്ചു. അത് പ്രൂണിംഗ് എന്നുള്ള രീതിയിലല്ല, കേടായത് തല പൊട്ടിച്ച അത് കുറെ പടർന്നു നിൽക്കുന്നുണ്ട്. പിന്നെ ആദ്യം വന്ന മുട്ടുകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഏത് ദിവസമാണോ പൂടുണ്ട് ആ സമയത്തേക്ക് വരുന്ന പൂക്കളൊക്കെ നല്ല വലിപ്പമായി മാറും. അതിന്റെ പുറമേട്ട് ഇല വഴി ഒക്കെ എന്തെങ്കിലും അത് എന്ത് വളങ്ങളാ കൊടുത്തുള്ളത്? 13 അത് കൊടുക്കുമ്പോ എന്താ ഇല വഴി പെട്ടെന്ന് വളം വലിച്ചിരുന്നു. മഴയുടെ വല്ലാതെ ഒരു ബുദ്ധിമുട്ട് ബാധിക്കില്ല. അപ്പോ ഇനി ഈ മറ്റു ആളുകളോട്, അതായത് അടുത്ത കൊല്ലം കൃഷി ചെയ്യാൻ ഉള്ള ആളുകളോട് ഇതൊരു നഷ്ടമാണോ? നമുക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ലേ? എത്തിക്കാൻ പറ്റും. അതായത് നന്നായി പരിപാലിക്കാം. അപ്പോ കാലാവസ്ഥ ശരിയാണെങ്കിൽ നമുക്കിത് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ ലാഭത്തിലേക്ക് എത്തിക്കാൻ ശിവാനന്ദൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു. ഓണം കഴിഞ്ഞിട്ടും ചെടി വെട്ടി നശിപ്പിക്കേണ്ട. ഓണം കഴിഞ്ഞാൽ ഒന്നുകൂടി വളം ഇട്ട് കൊടുക്കുക, മണ്ണൊന്ന് കൂട്ടി കൊടുക്കുക. അത് നമുക്ക് മഹാനവമി സമയത്തേക്കും പൂക്കള് നിലനിർത്താൻ സഹായിക്കും. രണ്ട് കളറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മുടെ ഓറഞ്ചും ഇതുപോലുള്ള മഞ്ഞ പൂക്കളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല വലിയ വലിയ പൂക്കളാണ്. ഈ പൂക്കൾ ഇനി കുറച്ചും കൂടി വളരാനുണ്ട് കേട്ടോ. സീസൺ ആയിട്ടില്ല. ഓണത്തിൻ്റെ സമയത്ത് പറിക്കുന്നതിന് വേണ്ടിയിട്ടാണത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സൈസ് ആയിട്ടില്ല. ഇനി ഓണത്തിന് കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ, 10 ദിവസം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും നല്ല പൂക്കൾ വലുപ്പാവുകയും ചെയ്യും, അതേപോലെ തന്നെ നല്ല ഭംഗി വരികയും ചെയ്യും. ഇതാണ് കേട്ടോ ശിവാനന്ദൻ ചേട്ടൻ്റെ വീട് തന്നെ ഒരു കിടു ആംബിയൻസ് ആണ് കേട്ടോ. നോക്കി നല്ലൊരു ഭംഗിയുള്ള ഓട് വീട്, അതേപോലെ തന്നെ ഓട് വീടിൻ്റെ ചുറ്റും ചെണ്ടുമല്ലിത്തോട്ടം, കൃഷിസ്ഥലങ്ങൾ, ഭയങ്കര പച്ചപ്പ്, എല്ലാം കൂടി നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ പുള്ളിയുടെ വീട്. അപ്പോൾ ശിവാനന്ദൻ ചേട്ടൻ്റെ ചെണ്ടുമല്ലിത്തോട്ടത്തിൽ നിന്നും നമ്മൾ തൽക്കാലം ഇറങ്ങുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഏത് രീതിയിൽ കൃഷി ചെയ്താലും നമുക്ക് ഒരു പ്രത്യേക ദിവസം പൂ പൊട്ടിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല പരിചരണം, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമ്മൾ ആ ദിവസം തന്നെ പൂ പൊട്ടിച്ചിരിക്കും. അപ്പൊ നമ്മളെ കൂട്ടായ്മയിലെ ധാരാളം ആളുകൾ പല പല സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ശിവാനന്ദൻ ചേട്ടൻ ഇവിടെ തന്നെ സെയിൽ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം ആർക്ക് പൂക്കൾ വേണമെങ്കിലും ശിവാനന്ദൻ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ കേരളത്തിലെ ഗുണ്ടിൽപേട്ടിൽ നിന്നും താൽക്കാലികമായി ഇവിടെ പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പിലാക്കൽ. ഓക്കെ.